ബൈനോക്കുലർ ടോക്സിൻ്റെ സുഹൃത്തുക്കൾക്ക് എല്ലാവേ തൃപ്പരപ്പ് വാട്ടർഫോൾസിലേക്ക് സ്വാഗതം. തൃപ്പരപ്പ് വാട്ടർഫോൾസ് മാത്രമല്ല, തൃപ്പരപ്പ് ഒരു പഴയ നല്ല പഴയ ഒരു ക്ഷേത്രമുണ്ട്. പിന്നെ അത് ചെക്ക് ഡാമുണ്ട്. അവിടെ കുറേ സാധനങ്ങൾ കാണിക്കുന്നുണ്ട്. ആ വാട്ടർഫോൾസിലോട്ട് ഇറങ്ങി ഒരു മണ്ഡപമൊക്കെ പണിതുണ്ട്. നമുക്കൊന്ന് കറങ്ങാം. ഇത് തമിഴ്നാട് അറിയാലോ. അതായത് നമ്മൾ കന്യാകുമാരിക്ക് വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ കുഴിത്തുറ എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് ഒരു 15 കിലോമീറ്റർ യാത്ര ചെയ്ത് എത്തി കേട്ടോ. ഇനി ഇവിടെ നമുക്ക് പോകാൻ വഴികളുണ്ട്, പോകാൻ സ്ഥലങ്ങളും ഒരുപാടുണ്ട് കാണാൻ. അപ്പം നമുക്ക് തൃപ്പരപ്പൊന്ന് കണ്ടാലോ? എന്ത് പറഞ്ഞു ചേട്ടാ? ആഹാ എൻ്റെ പോലെ ഇത് മറ്റേ ഇത് മറ്റേ നമ്മുടെ കോട്ട മറ്റേ കണ്ട പോലത്തെ കല്ല് കേട്ടല്ലേ? ഇത് കോട്ട കിട്ടിയേക്കും. അപ്പൊ ആ പഴക്കം ഉണ്ടാവും ഇതിനും അല്ലേ? ഇതിന്റെ അമ്പലത്തിന്റെ ഓഫീസാട്ടോ ഇത്. രാവിലെ 4:30 തൊട്ട് 11 മണി വരെ ഉണ്ട് കേട്ടോ. വൈകിട്ട് 4 മണിയാകുമ്പോൾ തുറക്കുമെന്ന് പറഞ്ഞു. 3:30 4. ഇതിന്റെ ഫ്രണ്ട് വശം ഇവിടെ കേട്ടോ. ബാ അടിപൊളി. മൊത്തം കൽമണ്ഡപങ്ങളിലാണ് ചെയ്തേക്കുന്നത് കേട്ടോ. ശിവക്ഷേത്രമാണ്. അത് അകത്തോട്ട് അധികം പോരുത്, തുറന്നിരിക്കുക ക്ഷേത്രം. അപ്പോൾ ക്ഷേത്രം നിലവിൽ തുറന്നിരിപ്പുണ്ട്. നമുക്ക് ഇനി ചുറ്റോട്ടം മാത്രമേ ഉള്ളൂ വീഡിയോ എടുക്കാൻ പറഞ്ഞു കേട്ടോ. ഇവിടെ കൽമണ്ഡപങ്ങളും ഉപദേവതാലയങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതായത് എങ്ങനെ ആ പഴയ രീതി നിൽക്കണോ അതുപോലെ തന്നെ കേട്ടോ. വേറെ വ്യത്യാസങ്ങളൊന്നും വരുത്തിയിട്ടില്ല. പിന്നെ അപ്പുറത്തോട്ടൊന്നും വീഡിയോ കടത്തി വിടത്തില്ല. ഇതെല്ലാം എല്ലാത്തിനും മറ്റുപോലെ അമ്പലങ്ങൾ പോലല്ല കേട്ടോ. ഇതുണ്ടോ ഈ അമ്പലത്തിന് ചുറ്റോടെ കൽമണ്ഡപങ്ങളാണ്. തറയോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും അല്ല ഇതേക്കണത്. ഇതുണ്ടോ തറയോ സംഭവം ഒരേ കളറിലെ കല്ലുകളാണ് കേട്ടോ. പെയിൻ്റൊന്നും ചെയ്തേക്കുന്നല്ല കേട്ടോ. ഇവരെല്ലാം നിറയെ കൊത്തുകൊണ്ടിലുണ്ടായിരുന്നു, എല്ലാം പോയതാണെന്ന് തോന്നുന്നു. അതാ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഈ കൽമണ്ഡപങ്ങൾ തന്നെ ഈ അമ്പലങ്ങൾക്ക് ചുറ്റും. അതിനും ആ അഴി ഇട്ടേക്കണല്ല, ഒരു മണ്ഡപം ചുറ്റി അഴി ഇട്ടേക്കുന്നത് അല്ലേ? മുരുകൻ മുരുകനുണ്ട്, ശ്രീകൃഷ്ണനുണ്ട്, അകത്ത് സരസ്വതിയും ഗണപതിയും ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ ശിവനും നന്ദികേശ്വരും. ചെറിയ ചെറിയ കല്ലുകളാണ് കേട്ടോ. ഒരെണ്ണത്തിന് എന്നാ ഭാരം വരുന്നത്. ഈ നടയെല്ലാം ഇതെല്ലാം കല്ല വകയൊക്കെ കേട്ടോ. വലിയ വ്യത്യാസങ്ങളൊന്നും വരുത്തിയില്ല അല്ലേ? പക്ഷെ അവിടുത്തെ കോട്ട പോലെ ഈ കോട്ടയുടെ പുറകെ സാപ്പില്ല. രണ്ടു പറ്റും ഒരേപോലെ നിർമ്മിച്ചേക്കുന്നത്. വണ്ടി പാർക്ക് ചെയ്തിടത്തുനിന്ന് കാണുന്ന ഗേറ്റ് ആട്ടോ ഇത്. തുറക്കുന്നില്ല. ആ 2 വഴി മാത്രമേ ഉള്ളൂ. ആഹാ വെള്ളച്ചാട്ടത്തിന് സൗണ്ട് കേൾക്കാട്ടോ പുറത്ത്. അതപ്പുറത്താ. ഇത് നോക്കി, ഇത് ഇരുമ്പിലാണ് അഴി പണിതേക്കുന്നത്. പക്ഷേ കല്ലിലാണ് അഴി പണിതേക്കുന്നത് അല്ലേ? അതെ, അഴിയായിട്ട് കീറി ഒട്ടിച്ചേക്കും അത്. ഓഹ് ശരിയാ പൊന്ന്. ഒന്നുമില്ല, അവിടെ കാണാൻ അടിപൊളിയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് വശത്തെ വ്യൂ നമ്മൾ പൊളിക്കും. ആരും വെള്ളച്ചാട്ടത്തിൽ കിടന്ന ആൾക്കാർ വെള്ളം വെക്കുന്നുണ്ട്. അമ്പലത്തിൻ്റെ അവിടെ നിന്ന് നേരെ ഫ്രണ്ടിൽ, അമ്പലത്തിൻ്റെ ഫ്രണ്ടാണ് കേട്ടോ ആറാട്ട് കടവ്. നമുക്ക് അതിനകത്തോട്ട് ഒരു പാറ പണം. എൻ്റെ പൊന്നെ മനസ്സാടാ, ഇങ്ങോട്ട് നോക്കി. ഓരോ കല്ല് ആ കെട്ടാ വെള്ളത്തിനകത്തോട്ട് ഇറങ്ങി പോയിട്ടുണ്ട് കേട്ടോ. ആ സ്റ്റെപ്പല്ലേ? ഇപ്പുറത്തോടൊപ്പം വെള്ളമാണ് ചാടുന്നത്. ഈ വെള്ളമാണ് അവിടെ തൃപ്പരപ്പ് വാട്ടർഫാൾസ് ഉണ്ടല്ലോ ആ ചാടുന്നത്. ഇതാണ് കേട്ടോ നമ്മുടെ അമ്പലം. ചേട്ടന്റെ പേരെങ്ങനാ? പേര് ഗോപി. ഞങ്ങൾ ആദ്യമായിട്ടോ കേട്ടോ അങ്ങനെയാണ് നമ്മള്. നാണയോ അല്ലേ? വേറെ അങ്ങനെ എന്തെങ്കിലും വേറെ ഈ സ്വർണത്തിന്റെ അങ്ങനെയൊക്കെ വരുമോ? അതൊക്കെ കിട്ടും അല്ലേ? അപ്പൊ ഇടയ്ക്കിടയ്ക്ക് വന്ന് നിങ്ങളിത് തപ്പി നോക്കും. കിട്ടാനായിട്ട് ഞാനും പ്രാർത്ഥിക്കാം.
ഓ ഇത് ഇളക്കി, ഇത് കമ്പിക്ക് ഇളക്കി. ഓ ഈ കെട്ടിനടി കൂടെ വെള്ളം ഒഴി വരുന്നുണ്ടോ? ഇതൊക്കെ പഴയ കാലത്തെ കെട്ടുകളാണോ ക്ഷേത്രത്തിന്റെ? ആ ഞാൻ ചോദിച്ചാൽ കേൾക്കത്തില്ല, വെള്ളത്തിനകത്ത് മുങ്ങിയാ നിൽക്കുന്നു. ഇതൊക്കെ ക്ഷേത്രത്തിന്റെ പഴയ കാലത്തെ കെട്ടുകളാണോ? ഇതിപ്പം എന്താ ട്രസ്റ്റിന്റെ കീഴിൽ വല്ലതാണോ അതോ രാജാവ് കൊട്ടാരത്തിന്റെ കീഴിലാണോ? എന്നാ കൊട്ടാരത്തിൻ്റെതാ. എലിയ്, പൂവ് ഉണ്ട്. അവിടെ ആന. ഇവിടെ ഇത് എന്ത് ജീവിയാന്ന് തമ്പുരാനെ അറിയത്തുള്ളൂ. ഇതെന്താ സാധനം? കാണ്ടാമൃഗമാണോ? ആ ഷേപ്പിലാണല്ലോ. ഓ എന്റെ പൊന്നേ, നല്ല സൂപ്പർ ആയിരുന്നു കേട്ടോ. മഴ, നല്ല മഴ പെയ്യുമ്പോൾ ഇതിനെല്ലാം പൊക്കത്ര വെള്ളമായിരിക്കും അല്ലേ? ആയിരിക്കും, നിറഞ്ഞു വിഴുവാൻ സാധ്യതയുള്ള അല്ലേ? അവിടെ എന്തോ ഒരു നിർമ്മിതി ഉണ്ട് കേട്ടോ, അതുകൊണ്ടോ അവിടെ എന്തോ ഒരു സാധനം കണ്ടോ? നമുക്ക് ആ വെള്ളച്ചാട്ടത്തിന് അവിടെ പോയി നോക്കാം അല്ലേ? അങ്ങോട്ട് പോവാം. അതൊരു ചെക്ക് ഡാമാണ്. അതിന്റെ മേളിൽ ആ പാലം മാത്രമേ ഉള്ളൂ ഇപ്പം നിർമ്മിച്ചേക്കണേ. ബാക്കിയുള്ള പഴയ സംഭവമാണെന്ന് പറഞ്ഞു കേട്ടോ. നമുക്ക് അങ്ങോട്ടൂടെ അതിനകത്ത് ബോട്ടിംഗ് ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഇവിടെ എല്ലാം താമസിക്കാനൊക്കെ അത്യാവശ്യം റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇറങ്ങുന്നിടത്തും നമ്മൾ വന്ന് ഇറങ്ങുന്നിടത്തും ഇതിന്റെ ഓപ്പോസിറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. ഒരു ദിവസം നമുക്ക് വന്ന് താമസിക്കണം കേട്ടോ. ഒരു സന്ധ്യാസമയം ഇവിടെ എന്ത് ഭംഗിയായിരിക്കും അല്ലേ? ഇച്ചിരി കൂടെ വെള്ളം വരുമ്പോൾ വേണം. അതെ, നിറഞ്ഞു ഒഴുകുന്ന സമയത്ത് നല്ല രസമായിരിക്കും. ഇവിടെ ഒരു ടാങ്ക് എഴുതിയൊക്കെ ഉണ്ടോ? കരിങ്കല്ലില് കുത്തിയെടുത്തേക്കണതാ. ഇത് കല്ലിൽ കൊത്തിയെടുത്ത ഒരു ടാങ്ക്. നല്ല വില ഉണ്ട് കേട്ടോ. ഇത് ഹോളൊക്കെ ഉണ്ട് കഴി ഇറക്കി വിടാനൊക്കെ. പുഴയുടെ സൈഡ് കല്ല് കെട്ടി കയറിയേക്കുന്ന കേട്ടോ. ഒരു ചെറിയ കലന കേട്ടോ, നല്ല വീതി ഗമണ്ടം കല കിട്ടിയേക്കണം. ഓക്കെ, ഇവിടുന്ന് ഇതിലേ ക്രോസ് ചെയ്യാം. ബാ, ഇതൊരു കിണറാ കേട്ടോ. പണ്ടത്തെ കിണറാ. ഇപ്പൊ അതിൻ്റെ അകത്ത് മോട്ടർ വെച്ചിട്ടുണ്ടല്ലേ? പക്ഷെ ഇടയ്ക്ക് മറ്റേ വലയിട്ട് അടച്ചേക്കുക, എന്നിട്ട് മോട്ടർ അതിനകത്ത് ഇറക്കി വെച്ചേക്കുക. എൻ്റെ മോനെ സീൻ താഴെയാണ് കിടക്കുന്നത്. അല്ല, വെള്ളച്ചാട്ടം. നമുക്ക് ഇവിടുന്ന് ആദ്യം ഒന്ന് പകർത്തിയിട്ട് അങ്ങോട്ട് പോകാം താഴോട്ട്. അത് വെള്ളച്ചാട്ടത്തിന്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ വെള്ളച്ചാട്ടത്തിന്റെ വലത്തുവശത്ത് മേളിലാണ് അമ്പലം ഇരിക്കുന്നത് അല്ലേ? അതെ. ഓ നല്ല അടിപൊളിയായിട്ട് കെട്ടി നല്ല വൃത്തിയാക്കി സംരക്ഷിച്ചിട്ടുണ്ട്. നമുക്ക് അതിന് നടുക്കൊരു പൂളൊക്കെ ഉണ്ട് കേട്ടോ. അതും ഈ വെള്ളത്തിൽ തന്നെ നിർമ്മിച്ചേക്കുന്ന അല്ലേ? അതൊരു പൂളാണ് കേട്ടോ, സ്വിമ്മിംഗ് പൂൾ. അവിടെ ബോർഡ് ചെയ്തിട്ടുണ്ട് സ്വിമ്മിംഗ് പൂൾ. അപ്പോൾ നമുക്ക് ഇപ്പുറത്തൂടെ പോയി നമ്മുടെ തടയണയും ഡാം മറ്റേ ബോട്ടും കൂടെ കണ്ടിട്ട് നമുക്ക് വെള്ളച്ചാട്ടം കാണാൻ പറ്റാം അല്ലേ? എല്ലാ വാട്ടർഫാൾസിലെ പോലെ തന്നെ ചുറ്റോട്ടം കടകൾ എല്ലാ സാധനങ്ങളും ഉണ്ട്. കുലുക്കി സർബത്ത്, സോഡ സർബത്ത്, കണ്ണാടി, തൊപ്പി, കളിപ്പാട്ടങ്ങൾ. ഇവിടെ സാധാരണ പോലെ തന്നെ ടിക്കറ്റ് ഉണ്ട് കേട്ടോ. 10 രൂപ ഒരാൾക്ക്. അവിടെ വണ്ടി വെച്ചിടത്തും 10 രൂപ ഉള്ളു കേട്ടോ. അധികം പൈസ വാങ്ങുന്നില്ല കേട്ടോ. കുളിക്കാൻ വേറെ വാസം ഉണ്ടോ അറിയത്തില്ല. താഴ്ചയിലും കുളിക്കാൻ ഇറങ്ങുന്നിടത്തോട്ട് രണ്ടായിട്ടാണ് ചെയ്തേക്കുന്നത് കേട്ടോ. പുരുഷന്മാർക്ക് ഒരു സൈഡിലും സ്ത്രീകൾക്ക് ഒരു സൈഡിലും. നല്ല ചെടിയൊക്കെ വെച്ച് നല്ല ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. ഈ സൈഡ് അമ്പലത്തിന്റെ അതേ കെട്ട് തന്നെയാട്ടോ. വലതുവശം അമ്പലത്തിന്റെ മതിൽക്കെട്ടാണ്. ഇവിടെയാണ് വാട്ടർഫാൾസ് കണ്ടത്. ഭംഗിയുള്ള വെള്ളച്ചാട്ടം. ഭംഗിയുള്ള വെള്ളച്ചാട്ടം. പരിസരമൊക്കെ നല്ല വൃത്തിയാട്ടോ. ഇതാണ് വെള്ളച്ചാട്ടത്തിന്റെ മനോഹാരിത. അതായത് മൊത്തം ഭാഗം ഒന്നും പറയാനില്ല. വൃത്തിയുടെ കാര്യത്തിൽ ഞാൻ കണ്ടതിൽ ഏറ്റവും അടിപൊളിയാട്ടോ. മൊത്തം ഏരിയ ഫുള്ള് നീറ്റാണ് കേട്ടോ. ഒരു വേസ്റ്റോ കാര്യങ്ങളോ ഒന്നും ഇട്ടിട്ടില്ല. വളരെ ഭംഗിയായിട്ട് തന്നെ കാത്തുസൂക്ഷിച്ചിട്ടുണ്ട് എല്ലാ സ്ഥലവും. ഇവിടെ ആ വെള്ളം ഇങ്ങനെ ചെറുതായിട്ട് നമ്മുടെ മേത്തോട്ട് ഇങ്ങനെ പൂതാനം അടിക്കുന്ന പോലെ വരുന്നത്. നല്ല തണുപ്പുണ്ട് ഇവിടെ. അടിപൊളിയായിട്ട് ഒന്ന് മരത്തിന്റെ തണലും ഈ വെള്ളം കൂടെ അടിക്കുമ്പോഴുള്ള തണുപ്പ് നല്ല രസമാണ്. ലോക്കർ സൗകര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. സാധനങ്ങൾ വെക്കാനായിട്ട് എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. വലിയ പാർക്കട്ടാണ് കേട്ടോ. അവിടുന്ന് വെള്ളം താഴ്ത്തു. പാർക്കട്ട് അതിന്റെ സൈഡിൽ കൂടെ എല്ലാം മഴയത്ത് ഇത് ഡേഞ്ചർ ആയിരിക്കും അല്ലേ?
ഇവിടെ ഒരു സ്വിമ്മിംഗ് പൂൾ ഉണ്ട് കേട്ടോ. വെള്ളച്ചാട്ടത്തിൽ കുളിക്കേണ്ട സ്വിമ്മിംഗ് പൂൾ ചാടേണ്ടവർക്ക് ഇവിടെ വന്ന് ചാടാം. അതെ, വെള്ളച്ചാട്ടത്തിനെ പേടിയുള്ളവർക്ക് ഈ സ്വിമ്മിംഗ് പൂളിൽ കുളിക്കാം. ഇഷ്ടംപോലെ ക്യൂ അവിടെ കാറ്റടിച്ച് വെച്ചിട്ടുണ്ട്, എടുത്തിടുക, ചാടുക. വാ, അതിന് അവിടെ ടിക്കറ്റ് ഉണ്ട് കേട്ടോ. അപ്പുറത്തൊരു പാർക്കുണ്ട് കേട്ടോ, പിള്ളേർക്ക് കളിക്കാനൊക്കെ ആയിട്ട്. പാർക്ക്, സ്വിമ്മിംഗ് പൂള്, വെള്ളച്ചാട്ടം, അമ്പലം, തടയണ, ബോട്ട്, ഇതെല്ലാം ഇവിടെ ഉള്ളതാണ്. എങ്ങനെയുണ്ട്? അപ്പൊ നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് പോയാലോ? അടുത്ത സ്ഥലത്തോട്ട് പോലെ. അപ്പം വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ബൈ ബൈ.